ഓക്കെ, എല്ലാവർക്കും ലൈഫിൽ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. വർക്കും ഹോമും ഫാമിലിയും ഞങ്ങളെ സെൽഫായിട്ടുള്ള കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകാന്നുള്ളത്. അങ്ങനത്തെ ഒരു ഡൗട്ടിൽ തന്നെയായിരുന്നു ഞാനും എപ്പോഴും. ഒരു 2 years ബാക്ക് ആണെങ്കിൽ ആഫ്റ്റർ മൈ സ്റ്റഡീസ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഹൗ വിൽ ഐ ഡു ഹോം ചോസ് ആയിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, കുക്കിംഗൊന്നും തീരെ അറിയാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഒരു ഫേസായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് പഠിച്ച് അഡാപ്റ്റായി ഇഷ്ടപ്പെട്ട് തുടങ്ങിയതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വർക്കൊക്കെ ആകുന്ന സമയത്ത് ഹൗ വിൽ ഐ മാനേജ് ഫാമിലി, ഹോം ആൻഡ് വർക്ക് ടുഗെദർ എന്നുള്ളത്. പക്ഷേ ആ ഒരു സിറ്റുവേഷനായി ഇപ്പോൾ വന്നപ്പോൾ ഐ ആം ഏബിൾ ടു മാനേജ് ദാറ്റ് ഓൾസോ. ആൻഡ് ഇതിലൊക്കെ ഒരു കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരാൾ എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കുക്കിംഗ് ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് കുക്കിങ്ങൊക്കെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. ആൻഡ് ഇന്നൊരു കാര്യം പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എല്ലാ സിറ്റുവേഷൻ ആൻഡ് ഫേസ് ലൈഫിൽ വരുന്ന സമയത്തും വി ടെൻഡ് ടു ബി വെരി ഡൗട്ട്ഫുൾ ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. എങ്ങനെയായിരിക്കും, ഹൗ വിൽ ഐ ബി ഏബിൾ ടു മാനേജ്. ബട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വി ആർ ലേണിംഗ് ദാറ്റ് ആൻഡ് അഡാപ്റ്റിംഗ് ടു ദാറ്റ് സിറ്റുവേഷൻ ഉള്ളതാണ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു, ഒരു സ്ലോ ലിവിങ് ഫേസ് ആയിരുന്നു. അപ്പോൾ തലേന്ന് രാത്രി തന്നെ സൺഡേ മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡിസൈഡ് ആവും. അപ്പോൾ ഇന്നലെ ഡിസൈഡ് ആക്കിയത് എൻ്റെ നെഫ്യൂ ആയിരുന്നു. അപ്പോൾ ഒരു ആലുക്ക് പറാട്ട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡിഷൊക്കെ ഞാൻ സൺഡേ ആണ് സമാധാനത്തിൽ കുക്കാക്കാൻ വെക്കുക. അങ്ങനെ അവർക്ക് ചൂടായിട്ട് ക്രിസ്പി ആയിട്ട് പ്രിപ്പയർ ആക്കി കൊടുത്തു. ലാസ്റ്റ് എനിക്കും സമാധാനത്തിൽ ഇരുന്ന് ചൂടോടെ കഴിക്കാനിരുന്നിട്ടാണ് സ്പെൻഡ് ആക്കിയത്.